കോഴിക്കോട് കൂടരഞ്ഞി ഇരട്ടക്കൊലപാതക കേസിൽ ഏത് ശിക്ഷയും സന്തോഷത്തോടെ ഏറ്റുവാങ്ങുമെന്ന് പ്രതി മുഹമ്മദ് അലി മീഡിയ വണിനോട്. കുറ്റബോധം കൊണ്ടാണ് 40 വർഷത്തിന് ശേഷം കൊലപാതകം പോലീസിനോട് ഏറ്റുപറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലപ്പെട്ടത് കണ്ണൂർ സ്വദേശി മോഹനനാണെന്ന് കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തിയിരുന്നു. 1985 16 വയസ്സിലാണ് കോഴിക്കോട് കൂടരഞ്ഞിയിലെ കൊലപാതകം. തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചതിലുള്ള ദേഷ്യം തീർത്തതാണെന്നും കൊല്ലണമെന്ന് ഉദ്ദേശമില്ലായിരുന്നുവെന്നും മുഹമ്മദ് അലി പറഞ്ഞു. ലൈംഗികമായിട്ട് ഉപദ്രവിച്ച് ഞാനൊന്ന് വളരെ പേടിച്ചു പോയി. ഇവനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു തന്നെ തെരഞ്ഞു നടന്നു. ഞാൻ പുറകിൽ നിന്ന് ചവിട്ടി, അദ്ദേഹം കവന്ന് വീണ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ വീണ്ടും ചവിട്ടി അനങ്ങുന്നില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോയി. കൂടരഞ്ഞിയിൽ കൊല്ലപ്പെട്ടത് കണ്ണൂർ ഇരിട്ടി സ്വദേശി മോഹനനാണെന്ന് കഴിഞ്ഞ ദിവസം തിരുവമ്പാടി പോലീസ് കണ്ടെത്തിയിരുന്നു. 1989 20-ാം വയസ്സിലാണ് കോഴിക്കോട് ബീച്ചിലെ കൊലപാതകം. ഇവിടെ കൊല്ലപ്പെട്ടതാരെന്ന് പോലീസ് കണ്ടെത്തണം. ഞാൻ ബാബു അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹമായിട്ട് മൽപ്പിടുത്തമുണ്ടായി. അദ്ദേഹം കവന്നടിച്ച് വീണ് കഴിഞ്ഞപ്പോൾ ബാബു എൻ്റെ പുറത്ത് കയറിയിരുന്ന് തല അമർത്തി പിടിച്ചു. അപ്പോൾ കാലിട്ടടിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കാലിൽ അമർത്തി പിടിക്കാൻ പറഞ്ഞു. ഞാൻ ചെന്ന് കാലിൽ അമർത്തി പിടിച്ച് ജീവൻ നിന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അദ്ദേഹം മരിച്ചെന്ന് തോന്നിയത്. അങ്ങനെ ഞങ്ങളവിടുന്ന് ബാഗ് എണീറ്റ് ഞങ്ങൾ രണ്ട് വഴിക്ക് പോയി. കഴിഞ്ഞ വർഷം ജൂണിലാണ് മുഹമ്മദ് അലി വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി ഇരട്ടക്കൊലപാതകത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്.